നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഒരു മനുഷ്യന്റെ ഈമാൻ, അതല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഈമാൻ, അത് പൂർത്തിയാകുന്നത് നല്ല ഉത്തമ സ്വഭാവത്തിലൂടെയാണ്. നമ്മുടെ ഈമാൻ ഉണ്ടെങ്കിലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ ഈമാൻ അത് പൂർത്തിയാകണമെങ്കിൽ, പൂർണ്ണമായ ഈമാൻ, ചിലപ്പോൾ നമ്മൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും, തഹജ്ജുദും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, മനസ്സിലായോ? പക്ഷേ നമ്മൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ മോശമായ രൂപത്തിൽ നമ്മൾ പെരുമാറാം, അല്ലേ? ക്ഷമയില്ലാത്തൊരു അവസ്ഥ, അതുപോലെ തന്നെ തെറി വിളിക്കുക, മറ്റുള്ള കുത്തുവാക്കുകൾ പറയുക, അതുപോലെ തന്നെ പരദൂഷണങ്ങൾ പറയുക, ഏഷണി പറയുക, അസൂയ വെക്കുക. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതുണ്ടായാൽ നമ്മുടെ ഈമാൻ പൂർത്തിയല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഈമാൻ ശരിയായിട്ടില്ല എങ്കിൽ നമുക്ക് സ്വർഗത്തേക്ക് പോകാൻ പറ്റുമോ? സ്വർഗത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏറ്റവും നല്ല പെരുമാറ്റം എല്ലാവരോടും, അല്ലേ? പറഞ്ഞനുസരിക്കണം, അതാണ് നല്ല കുട്ടി. പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടിയാകണം നിങ്ങൾ, അല്ലേ? അതുപോലെ തന്നെ ക്ഷമയുള്ള കുട്ടിയാകണം നിങ്ങൾ. അതുപോലെ തന്നെ വിനയമുള്ള കുട്ടികളാകണം നമ്മൾ. നല്ല താഴ്മയുള്ള, സഹിഷ്ണുതയുള്ള, വിട്ടുവീഴ്ച ചെയ്യുന്ന, അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പറയുമ്പോഴേക്കും ചെയ്യുമ്പോഴേക്കും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന ഒരു അവസ്ഥയല്ല. നമ്മളിൽ ക്ഷമയും സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും മാപ്പും ഒക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മാപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു നമുക്ക് മാപ്പ് തരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്ദികേടുകൾ ഉണ്ടല്ലേ? എല്ലാ നന്ദികേടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ ആലോചിക്കേ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. നമ്മൾ ഒരുപാട് തെറ്റുകൾ അല്ലാഹുവിനോട് ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നു. അല്ലാഹു ആരാ? ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ ഭരണാധികാരിയാണ്. അണ്ടകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹു, മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ. ആ അല്ലാഹു പോലും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ദുർബലരായ നമ്മളോട് എന്ത് ചെയ്യുന്നു? വിട്ടുവീഴ്ചയും കാരുണ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, ക്ഷമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാകണം? സൽസ്വഭാവം ഉണ്ടാകണം.